ഇന്ന് ഇനി കാശ് കിട്ടാ തിരിച്ചു പോണ പ്രശ്നം ഒതുക്കുന്നേ പടച്ചോനെ ബലം എന്തിനാ കുഴിയെടുക്കണേ? പഴം പിള്ള ചത്തോ? സുന്ദര, താനെന്താ ഇവിടെ കിണർ വയ്ക്ക? പടച്ചോനെ ഇവന് ഭ്രാന്തായിന്നാ തോന്നണേ എന്ന് മാമുക്കനെ പോലുള്ള ബ്ലേഡുകാർക്ക് തോന്നും. പക്ഷെ ഇവിടെ മനസ്സമാനായിട്ട് ജീവിക്കണമെങ്കിലേ യക്ഷിയെ പിടിക്കണം. യക്ഷിയോ? ആ, മനുഷ്യന്മാരുടെ രക്തം കുടിക്കാൻ തക്കം പാർത്ത് നടക്കുന്ന യക്ഷിയെ ഞാൻ ഈ കുഴി ചാടിക്കും. അതെങ്ങനെയാടാ മോനെ? യക്ഷി നിലം തൊടാതല്ലേ നടക്കുന്നത്? നിലം തൊടാതിരിക്കുക യക്ഷി എന്താ രണ്ടെണ്ണം വിറ്റിട്ടാണ് നടക്കുന്നത്? എന്താണ് ഇക്കൊന്ന് ആലോചിച്ച്, നിലത്ത് ചവിട്ടാതെ എങ്ങനെയാ യക്ഷിയുടെ ചെലങ്കെങ്കിലും ചിൽ ചിൽ ചിൽ? അത് ശരി, അത് നമ്മൾ ഓർത്തില്ല. ആട്ടെ, ഈ യക്ഷിയെ പിടിച്ചിട്ട് എന്ത് ചെയ്യാനാ? രണ്ടാക്കൂടി അങ്ങനെ ഒപ്പന പാടി കളിക്കാനാ? തോക്കി കയറി വെടിവെക്കരുത്. യക്ഷിയെ കിട്ടിക്കഴിഞ്ഞാൽ അവളുമായി നമ്മൾ ചങ്ങാത്തം കൊടുക്കും. നമ്മളല്ല, നീ കൂടിയാ മതി. ആ, എന്നിട്ട് പതുക്കെ പതുക്കെ നമ്മൾ അവളുടെ വീക്ക്നെസ് കയറി പിടിക്കും. അയ്യേ, ഏയ് ആ വീക്ക്നെസ്സിലല്ല. അത് ശരി. ആ, എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവൾ അനുസരിക്കുന്ന സ്റ്റേജ് വരുമ്പോൾ നമ്മൾ ബുദ്ധി പുറത്തേക്ക് എടുക്കുന്നു. ആ, അപ്പൊ അത് തന്നെ പുറത്തേക്ക് എടുത്തു. നന്നായി. അവളെ ഞാൻ ഈ കുഴിയിൽ അടക്കി ആണി അടിക്കും. ചെക്കിന്റെ കാറ്റ് പോയോ? അമ്മോ, നമുക്ക് പണവും വേണ്ട, പലിശയും വേണ്ട, ജീവൻ മതിയേ. ഓക്കെ, നാളെ തന്നെ പിള്ളച്ചേട്ടന്റെ കൈ കൊടുത്തുവിടാം. പിള്ളച്ചേട്ടാ, എപ്പോഴും ഇവിടെ തന്നെ ഇരുന്ന് മോക്ക് ബോറടിച്ചു അല്ലേ? വേറെ എവിടെ പോവാനാ? ഹോസ്പിറ്റലിന്റെ പണിയൊട്ട് തീർന്നിട്ടില്ല. ഒരു ചേഞ്ചിന് വേണ്ടി നാളെ നമ്മുടെ പേപ്പർ ഫാക്ടറി പോവാം. ഓക്കെ ഓക്കെ. എന്താ സാറേ? ആ പിള്ളച്ചേട്ടാ, നാളെ കാലത്ത് വാഗമൺ എസ്റ്റേറ്റിൽ പോകാൻ ഒരുങ്ങിക്കോ. അവിടെ പ്ലാന്റിംഗ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വന്നാ മതി. ശരി സാറേ. യു ക്യാൻ ഗോ. ഓ, പൊക്കോളാൻ. ഹലോ, ഹായ്. ആരാ? ബോബന. എങ്ങനുണ്ട്? എന്താ മച്ചാ, നിങ്ങൾക്ക് രാത്രി ഉറക്കമില്ലേ? നാളെ എസ്റ്റേറ്റിൽ പോകുന്ന കാര്യം ആലോചിച്ചിട്ട് ഉറക്കം വരുന്നില്ല. ആഹാ, എന്നാ ഇപ്പോഴും വയ്ക്കോ. കണ്ണി ചോരില്ലാത്ത വർത്താനം പറയില്ല എന്റെ ഭാനു. കണ്ണി ചോരയില്ലാത്തതേ നിങ്ങൾക്കാ. എത്ര കാലമായി ഞാൻ എന്റെ വീട്ടിലൊന്ന് പോയിട്ട്. നിങ്ങൾ എസ്റ്റേറ്റിൽ നിന്ന് വരുമ്പോ എന്നെ ഇവിടെ കാണില്ല. ഞാനേ എന്റെ വീട്ടിൽ പോവും. അയ്യോ, ചതിക്കല്ലോ എന്റെ പൊന്നെ. തിരിച്ചു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് എന്റെ വീട്ടിൽ പോവാം. എന്തോ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് പോകുന്നു സാർ. ആ, ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. മനുമോൾ ഫാക്ടറിയൊക്കെ ഒന്ന് കണ്ടിട്ടോ? ഞാൻ ഓഫീസിലുണ്ടാവും. ജയനൊന്ന് കൊടുത്തില്ല. ശരി സാർ. പ്രകാശ്, സൂക്ഷിച്ച് പറഞ്ഞു സാർ. ഇല്ല, ലെറ്റർ അയച്ചോളൂ. ശരി സാർ. ഹലോ, ഇതാണ് ഡ്രയർ. ഇവിടെയാണ് പേപ്പർ ഉണങ്ങുന്നത്.
ഇതാണ് ക്ലീനിങ് മെഷീൻ. കണ്ടോ? അയ്യോ മാഡം സൂക്ഷിച്ച്, ആള് വീണാൽ പൾപ്പായി തിരിച്ചു വരൂ. പിന്നെ ഇതാണ് റിഫൈനിങ് മെഷീൻ. ഇതിലൂടെയാണ് പൾപ്പ് പേപ്പറായി. ഈയിടെയായിട്ട് റോക്കി പള്ളിയിലേക്ക് വരാറില്ലല്ലോ. ആള് സ്ഥലത്തില്ലേ? അച്ഛൻ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിപ്പാ. എന്താണെന്ന് അറിയില്ല. പഴയ സ്മാർട്ട്നെസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. പ്രേതവും പിശാചവും എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പേടിപ്പിച്ചിരിക്കും. ഏയ് അതിലൊന്നും അച്ഛന് വിശ്വാസമില്ല. പിള്ളച്ചേട്ടൻ കൊണ്ടുവന്ന ഈ രക്ഷ ഞാൻ കെട്ടിയതിന് എന്നും വഴക്കാ. രക്ഷ കെട്ടിയത് പിന്നെ മനുവിന് എന്തു തോന്നുന്നു? അല്പം ഒരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഫാദർ അച്ഛനെ കണ്ട് സംസാരിക്കണം. ശരി, നാളെ തന്നെ ഞാൻ വന്ന് കാണാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. ഞാൻ വരട്ടെ. മനുമോൾ എവിടെ പോയിരിക്കായിരുന്നു? അച്ഛൻ എത്ര നേരമായി അന്വേഷിച്ചിരിക്കുന്നു. പള്ളിയിൽ പോയിരുന്നു. ഫാദർ അച്ഛനെ തിരക്കി. എപ്പോഴും പള്ളിയിൽ പോകാൻ പറ്റുമോ? ആ മനുമോളെ, അച്ഛനൊരു സ്ട്രോങ് ടീ വേണം. ഭാനു ചേച്ചിയോട് പറയാമായിരുന്നില്ലേ? നോനോ, ഇന്ന് മോളുടെ കൈ കൊണ്ട് തന്നെ വേണം. ദ റിയൽ ഉന്മേഷദായിനി. ഓക്കെ, വിത്തിൻ 2 minutes.
അച്ചായ!